ഒരു മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭീതിയോടെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന കാലം. അപ്പോഴാണ് ഒരു സബ് കളക്ടർ ഊരു ചുറ്റുന്നത്. മലേഷ്യയിലും സിംഗപ്പൂരിലും മധുവിധു ആഘോഷിച്ച് മടങ്ങിയെത്തിയപ്പോൾ 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയണം എന്നാണ് കൊല്ലം ജില്ലാ ഭരണകൂടം ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. സ്വന്തം രക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കുമായി നൽകിയ ഈ നിർദ്ദേശം സബ് കളക്ടർ പക്ഷേ പാലിച്ചില്ല. കൊല്ലം സബ് കളക്ടർ അനുപം മിശ്ര ഉത്തർപ്രദേശിലെ സ്വന്തം വീട്ടിലേക്ക് ഒളിച്ചോടി. ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഇരിക്കാമെന്നാണ് കരുതിയതെന്നാണ് നാണം കെട്ട വാദം. സബ് കളക്ടറുടെ തേവള്ളിയിലെ ഔദ്യോഗിക വസതിയിൽ കിട്ടുന്ന ഭക്ഷണത്തിന് രുചി പോരാ എന്നും ഈ വിദ്വാൻ പറയുന്നു. എന്തൊരു നാണക്കേടാണ് ഇത്. പ്രതിസന്ധിയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ വാലും ചുരുട്ടി ഓടുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയല്ലേ വേണ്ടത്? പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പേടിച്ചോടിയ സബ് കളക്ടറെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടേ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 0471 661 5881 ഇതാണ് വിളിക്കേണ്ട നമ്പർ. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സർ. തൃശ്ശൂരിൽ നിന്നും ഷാജിയാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ഷാജി, ഇപ്പോൾ കാണുന്ന ഈ ബ്രേക്കിംഗ് വാർത്ത കൂടി ഉണ്ടാക്കുമല്ലോ. കാരണം ഈ സബ് കളക്ടറെ അനുപം മിശ്രയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയാൽ മതിയോ ശിക്ഷാ നടപടി? ഷാജിയുടെ അഭിപ്രായം എന്താ? അതെ, എന്ത് വന്നാലും ഇങ്ങനെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ശിക്ഷയല്ല. ഒന്നാമത് അയാളിപ്പോ സസ്പെൻഷനിൽ പോയാൽ കുറച്ച് കഴിയുമ്പോൾ പൂർവാധികം ശക്തമായിട്ട് ജോലിയിൽ കയറുന്നു. അയാൾക്ക് ശമ്പളം വീണ്ടും കിട്ടുന്നു. ആ മുൻകാലത്ത് ശമ്പളം അടക്കുന്നത് അയാൾക്ക് കിട്ടും, അയാൾ ജോലി കയറുകയും ചെയ്യും. ഇപ്പൊ നമ്മളെ മറ്റേ പത്രക്കാരനെ ഇടിച്ചു വന്നവനെ സംഭവിച്ച പോലെ അതൊന്നുമല്ല വേണ്ട. അയാളെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. അയാൾ ഇനി ജോലിയിൽ ഉണ്ടാവരുത് ഒരു കാരണവശാലും. മാത്രമല്ല അയാൾക്ക് ജയിൽ ശിക്ഷ തന്നെ കൊടുക്കണം. കളക്ടർ തന്നെ ഈ പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? ഇങ്ങനെ ഒരു കളക്ടർ ഏതായാലും മലയാളികൾക്ക് വേണ്ട. തീർച്ചയായും വേണ്ട. മലയാളികൾക്കെന്നല്ല, നമ്മളെല്ലാവരും ഒന്നാണല്ലോ. ഇന്ത്യക്കാരെല്ലാം ഒന്ന് തന്നെ അല്ല, ലോക ജനതയെ ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഇന്ത്യയിലെ കാര്യം മാത്രം പറയുകയാണ്. ഇങ്ങനെ ഒരു കളക്ടർ എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ട. വളരെയധികം നന്ദി ഷാജി. ശ്രീ ജുബിൻ കൂടി ചേരുന്നുണ്ട്. ജുബിൻ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടത് കാസർഗോഡുകാരൻ പലയിടത്തും കറങ്ങി നടന്നു. അതല്ലെങ്കിൽ പാലക്കാട് എത്തിയ ഒരു 51 വയസ്സുകാരൻ നിരീക്ഷണം പാലിക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചില്ല. പത്തനംതിട്ടയിൽ ഒരു ഇറ്റലിക്കാരൻ അനുസരിച്ചില്ല എന്നൊക്കെയാണ്. ഇതൊന്നുമല്ല, IAS ഉള്ള വിവരമുള്ള ഒരു യുവാവ് ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ആർക്ക് ന്യായീകരിക്കാൻ പറ്റും? താങ്കൾക്ക് എന്ത് തോന്നുന്നു ജുബിൻ? ഇത് ഒരു തെറ്റായ നടപടിയാണ്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥനും പ്രത്യേകിച്ചും നമ്മളൊക്കെ അവരെ കണ്ടുപിടിക്കുന്ന ഒരാളാണ് നമ്മൾ. പക്ഷെ നമ്മുടെ പോലീസ് ഒക്കെ ചെയ്യേണ്ട കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലൊരു IAS ചെയ്യുമ്പോൾ ശരിക്കും ഒരു തെറ്റായ നടപടിയാണ്. കാരണം അവർ മലേഷ്യയിൽ പോയി സിംഗപ്പൂർ പോയെന്ന് കേൾക്കുന്നു. അപ്പം അദ്ദേഹത്തിന് അറിയാം ഇത്രയും പ്രശ്നമാണ് ഇവിടെ എന്ന്. പക്ഷെ അദ്ദേഹം തന്നെ അതൊരു 14 ദിവസം വീട്ടിൽ ഇരിക്കണം അയാൾക്ക് അറിയാം. എന്തുകൊണ്ട് ചെയ്തില്ല? നമ്മൾ വിഷമമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ചില സസ്പെൻഷൻ മാത്രം ഡിസ്മിസ് തന്നെ ചെയ്യണമെന്നാണ് എന്റെ രീതി പറയുന്നത്. തീർച്ചയായും. കാരണം അയാൾ സർവീസ് IAS ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന് പബ്ലിക് സർവീസ് ചെയ്യുന്ന ഒരാൾക്ക്, പബ്ലിക്കിനെ സേവ് ചെയ്യേണ്ട ഒരാള് ഇത് ചെയ്യാൻ പാടില്ല. വളരെയധികം നന്ദി. ശ്രീ ജിജോ കൂടി ചേരുന്നു. ജിജോ, ഇതാണ് സർവീസിൽ നിന്നൊരു സസ്പെൻഷൻ പോരാ. കാരണം സർവീസിൽ നിന്നുള്ള സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ പകുതി ശമ്പളം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരാം, എല്ലാം ചെയ്യാം. ഇങ്ങനെ ഒരാളെ നമുക്ക് വേണ്ട. എന്ത് തോന്നുന്നു ജിജോയ്ക്ക്? സസ്പെൻഷനിൽ നിർത്തണോ എന്നുള്ളത് അവരെ തീരുമാനം. പക്ഷേ ഇപ്പൊ നമുക്ക് ഇതിന് DGP ചെയ്തത് എന്താണ്? ലണ്ടനിൽ പോയിട്ട് വന്ന DGP ക്വാറന്റൈനിൽ കയറിയോ? അതെ. നിയർ വഴി കാണിക്കേണ്ടവർ, അതിന് മുൻപത്ത് കേസ് എടുക്കേണ്ടവരെന്നെ ഈ ക്വാറന്റൈനിൽ കിടക്കേണ്ടവരെന്നെ ക്വാറന്റൈനിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരെയാണ് ഇവരൊക്കെ മാതൃകയാക്കുന്നത് അല്ലേ? അവരെയല്ലേ മാതൃകയാക്കുന്നത്. അവരെ മാതൃകയാക്കേണ്ട സമയത്ത് അവര് ഈ ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞവർ ക്വാറന്റൈനിൽ പോകാതെ ജനങ്ങളുടെ മധ്യയിൽ ഇറങ്ങുന്നു. പിന്നെ ഇവർക്ക് എന്ത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്ത് അധികാരമാണുള്ളത്? വളരെയധികം നന്ദി ജിജോ. ശ്രീ ഉമ്മർ കൂടി ചേരുന്നു. ഉമ്മർ, നമുക്കൊരിക്കലും മോശം മാതൃകകളല്ല വേണ്ടത്. അത് DGPയുടെ കാര്യത്തിലാണെങ്കിലും അനുപം മിശ്ര എന്ന് പറയുന്ന സബ് കളക്ടറുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെയൊക്കെ ജീവനും സുരക്ഷ നൽകുന്ന, നമുക്ക് മുന്നിൽ നിന്ന് ഒരു വെളിച്ചമായി നമ്മളെ കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളല്ലേ നമുക്ക് മേലുദ്യോഗസ്ഥരായിട്ട് വേണ്ടത്? ഉമ്മർ, തമ്പിയെ കണ്ട് ഓടിപ്പോയ കുട്ടിയുടെ കാര്യമാണ് ഇവര് അനുപം മിശ്ര എന്ന കൊല്ലം സബ് കളക്ടറെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്.
എന്തൊരു മനുഷ്യൻ! അയാളൊക്കെ IAS എടുത്ത് ജനങ്ങളെ മുന്നോട്ട് നയിക്കുക, ഒരു ജില്ലയെ നയിക്കാനോ അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ നയിക്കാനോ കഴിവുണ്ട് ഇയാളൊക്കെ സർവീസിന് വിരിച്ചൊരു LD ക്ലർക്കിന്റെ ഒക്കെ യോഗ്യത പോകണ്ട, പിന്നെ പ്രൊമോഷൻ ആയി അങ്ങനെ തീരുമല്ലോ. അതാണ് ഇയാളൊക്കെ ജോലിക്ക് പാവം. അതല്ലാതെ ഇയാളൊന്നും കളക്ടർ പണിക്കോ ജനങ്ങളെ ജനകീയമായ കാര്യങ്ങൾ അവിടെ പറ്റിയ സംവിധാനത്തിലല്ല. അയാളൊരു പച്ച നുണ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരായിരിക്കണമെന്ന്. ഇന്ന് ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കുക ഇയാൾ കാൺപൂരിലായിരിക്കണം എന്നല്ലോ ഇയാൾ അന്വേഷിക്കുന്ന ആൾക്കാരുടെ ടീം കണ്ടെത്തി. ഇയാൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാളൊന്നും കളക്ടർ പണിക്ക് നല്ല IASന്റെ പണിക്കേ പറ്റില്ല. ഇയാളൊക്കെ സാമാന്യ രീതിയിൽ ഒരു LD ക്ലർക്ക് ഒരു UD ക്ലർക്കിന്റെ അതോടുകൂടി തീരണം. റൈറ്റ്, വളരെയധികം നന്ദി ഉമർ. ശ്രീ ജയരാജൻ കൂടി ചേരുന്നു. ശ്രീ ജയരാജൻ, ഇങ്ങനെ നുണ പറയുന്ന ഒരാള് ഒന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ ബാംഗ്ലൂരിലാണെന്ന്. അപ്പോൾ മൊബൈലിൻ്റെ ടവർ നോക്കുമ്പോൾ മനസ്സിലാക്കുകയാണ് ഇയാൾ ബാംഗ്ലൂരിലൊന്നും അല്ല, അങ്ങ് ഉത്തർപ്രദേശിൽ കാൺപൂരിലാണെന്ന്. പിന്നീട് ചോദിച്ചപ്പോൾ പറയുകയാണ് എനിക്ക് അവിടെ താമസ സ്ഥലത്തെ ഭക്ഷണം ശരിയല്ല എന്ന്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറയുകയാണ്, ഈ പറയുന്നത് പോലെ ഹൗസ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കണമെന്നാണ് ഞാൻ കരുതിയെന്നത്. നാണക്കേടല്ലേ ഇങ്ങനെയുള്ള ആളുകൾ? എന്ത് തോന്നുന്നു താങ്കൾക്ക് ജയരാജ്? സാറേ, ഇനി ഇത് ഒരു മാതൃകയാക്കണം. ഇത് സസ്പെൻഷൻ എന്നുള്ളത് ഒരു ശിക്ഷയല്ല. അപ്പം ഒന്നുകിൽ ഇവരെ IAS എടുത്തു കളയുക. ഇത് ഇനിയുള്ള ഇത്തരം ഉന്നത തസ്തികയിലുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാകുന്ന വിധത്തിൽ വേണം ഈ ശിക്ഷ. കാരണം ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥ ഇന്ത്യ ഇതുവരെ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല. അപ്പം ഇത്തരം ഒരു ഉന്നത തസ്തികയിലുള്ള ഒരാള് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഒരു മാതൃകയാകുന്ന വിധത്തിൽ ഇദ്ദേഹത്തിന്റെ IAS എടുത്തു കളയണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി. ശ്രീ അൻവർ കൂടി ചേരുന്നു. അൻവർ, പ്രളയകാലത്ത് കേരളത്തിലെ നല്ല യുവാക്കളോ യുവതികളോ ആയിട്ടുള്ള IASകാരുടെ ജില്ലാ കളക്ടർമാരുടെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് വാസുകിയാണെങ്കിലും മറ്റ് കളക്ടർമാരാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ പത്തനംതിട്ടയിലെ കളക്ടറുടെയോ അല്ലെങ്കിൽ എറണാകുളത്തെ കളക്ടറെയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നല്ല ചുറുചുറുക്കോടുകൂടി കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന നല്ല മനുഷ്യരുമുണ്ട് അക്കൂട്ടത്തിൽ. അവിടെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ, അനുപം മിശ്രയെ പോലെയുള്ള ആളുകൾ നമുക്ക് ആവശ്യമുണ്ടോ? ഇതേപോലത്തെ ആളുകൾ അപ്പൊ തന്നെ ഉടനടി സസ്പെൻഡ് ചെയ്യണം. അതാണ് ജോലിയിൽ അവർക്ക് ഇതേപോലെ IAS ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. അതാണ് എനിക്ക് പറയുന്നത്. കാരണം ഇതുപോലെ എത്രയോ ഉദ്യോഗസ്ഥർ, ഇതിനേക്കാൾ നല്ല ഉദ്യോഗസ്ഥർ ഇവിടെ ഓരോന്നും കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഇവരെ കണ്ടിട്ടല്ലേ ബാക്കി സാധാരണക്കാർ കാണിക്കേണ്ടത്. സാധാരണക്കാർ ക്വാറന്റൈൻ വേണമെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ അത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവരെ മാതൃകയാവേണ്ടാണ്, പൊതുജനങ്ങൾക്ക് മാതൃകയാവേണ്ട ആൾക്കാർ ഇതേപോലെ ചെയ്യാന്ന് പറഞ്ഞാല് മഹാമോശമാണിത്. വളരെയധികം നന്ദി. ശ്രീ രമണൻ കൂടി ചേരുന്നു. പറഞ്ഞോളൂ രമണൻ, താങ്കളുടെ കാഴ്ചപ്പാട്. സാറേ, ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഇപ്പൊ ഈ ഇന്ത്യക്ക് ഒരു മാതൃകയാകേണ്ട ഒരു യുവ IAS ഓഫീസറാണ് ഈ പറഞ്ഞ വ്യക്തി. അങ്ങേരിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഒരു മോശമായ ഒരു പരിപാടിയായിപ്പോയി. കാരണം ഈ ഇദ്ദേഹത്തിനെ കൊണ്ട് പല കാര്യങ്ങൾക്ക് നമുക്ക് ഗുണമുള്ള ചെയ്യേണ്ട ആളാണ്. അതും പ്രത്യേകിച്ച് അവിടുന്ന് കൊച്ചു കുട്ടികളെ പോലെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി പോയി. അത് ഇദ്ദേഹത്തിന് സസ്പെൻഷൻ എന്ന് നിർത്തിയതും പിരിച്ചുവിട്ട് ഈ IAS തിരിച്ചെടുത്ത് ഇദ്ദേഹത്തിനെ ജയിലിലടക്കണം. ഒളിച്ചോടി പോയ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ, തിരിച്ചു വരേണ്ട അല്ലേ? തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി അപമാനമാണിത്. തീർച്ചയായിട്ടും. റൈറ്റ്. ശ്രീ ജിജീഷ് കൂടി ചേരുന്നു. ജിജീഷ്, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് കൊണ്ട് നിർത്തി എന്തൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് കളക്ടറാണെങ്കിലും സബ് കളക്ടറാണെങ്കിലും ഒക്കെ. ഇദ്ദേഹത്തോടൊരു 14 ദിവസം അദ്ദേഹം നിരീക്ഷണത്തിൽ വീട്ടിലിരിക്കണമെന്ന് പറയുന്നു. 18-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. 19-ാം തീയതി തന്നെ അങ്ങനെയുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടുന്നു. ഇന്നലെയോ ഇന്ന് രാവിലെ ഒറ്റ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് ആളെ ഇല്ല എന്ന് പറയുന്നത്. അയൽവക്കക്കാർ പറയുന്നു ആ വീട്ടിൽ വെളിച്ചം തെളിഞ്ഞിട്ട് കുറച്ച് ദിവസമായെന്ന്. എന്തൊരു നാണക്കേടാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് ജിജീഷ്? സാർ, ഇതേക്കുറിച്ച് വളരെ മോശം അഭിപ്രായം, വളരെ മോശമായി എന്ന് പറയാറുള്ളൂ. കാരണം ഒരു IAS ഓഫീസർക്ക് ചേർന്ന, ഒരു IASന്റെ ഒരു എത്തിക്സിന് ചേർന്ന ഒരു കാര്യമല്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സ്കൂൾ എഡ്യൂക്കേഷനായിട്ട് കിട്ടിയ ഒരു വിദ്യാഭ്യാസവും അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതെല്ലാമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം. ഞാനിവിടെ ഒരുപാട് IAS ഓഫീസർമാരെ ഒക്കെ കാണുന്നതാണ്. ഇവിടെയൊക്കെയുള്ള ആളുകളുടെ രീതികൾ ഇങ്ങനെയാണ് സാർ. യാതൊരു എത്തിക്സും ഇല്ല. അവർ സർവീസിലുണ്ട്, അവർക്ക് പദവിയുണ്ട്, അവർക്ക് അംഗീകാരങ്ങൾ ഉണ്ടെന്നുള്ളതല്ലാതെ യാതൊരു എത്തിക്സും ഇല്ലാതെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം സാർ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാ IAS ഓഫീസർമാരുടെയും കൂട്ടത്തിൽ നിന്നും ഇദ്ദേഹത്തെ ഒരു സർവീസ് ടെർമിനേഷൻ കമ്പൽസറി ആണ്. കാരണം ഒരു IAS ഓഫീസർ പോയിട്ട് ഒരു ഡോക്ടറും IAS ഓഫീസറും ഒക്കെ ഉള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തത്. ഒരു സാധാരണ മനുഷ്യൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാർ. ഞാൻ ഒരു വളരെ ചെറിയൊരു ഉദാഹരണം പറയാം സാർ. കേരളത്തിൽ 1-2 ആളുകൾ അവരുടെ ലൈവ് വീഡിയോ ഒക്കെ പ്രദർശിപ്പിച്ച് കണ്ടു. അവര് ഈ സാധാരണ കൂലിപ്പണിക്കാർ, ഇന്നലെ ഒരു ലോറി ഡ്രൈവർ സ്വയം
സ്വയം നിയന്ത്രണത്തിൽ അയാൾ വീട്ടിലിരിക്കുകയാണ് ക്വാറന്റൈൻ പീരീഡിൽ, ആരുടെയും നിർദ്ദേശം ഇല്ലാതെ തന്നെ. എന്നിട്ട് അയാൾ മെഡിക്കൽ ബോർഡിനെ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര വിദ്യാഭ്യാസ സമ്പന്നെന്ന് അവകാശപ്പെടുന്ന ഒരു IAS ഓഫീസർ ഇങ്ങനെ ചെയ്തതിനെ നമ്മൾ യാതൊരു ന്യായീകരണവും. വളരെയധികം നന്ദി താങ്കൾക്ക്. ശ്രീ സുനിൽ കൂടി ചേരുന്നു. സുനിൽ, ഇതാണ് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ ഞാനോ താങ്കളോ ഒക്കെ നമ്മളെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുക. കാരണം നമ്മുടെ അയൽവക്കക്കാർക്ക്, നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെയുള്ളൊരു സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയില്ലേ ഇയാൾക്ക് സുനിൽ? തീർച്ചയായും സാറേ, കാരണം ഒരു കാരണവശാലും ഇയാളെ പോലുള്ള ഒരു കാരണം ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടവരാണ്. കാരണം സാധാരണക്കാരെ ജനങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങാൻ പേടിയാണ്. കാരണം വെച്ചാൽ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു. അപ്പൊ ഇവരെ പോലുള്ളവർ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന ഇവരാണ് നമുക്ക് മാതൃകയായി കാണിച്ചു തരേണ്ടത്. ഇവർ മാതൃക കാണിച്ചു തരാതെ ഇവര് കറങ്ങി വീടുകളിൽ ഇരിക്കാതെ ഇവര് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കറങ്ങി ചെയ്യുമ്പോൾ പറ്റും നമ്മളെ പോലുള്ള സാധാരണക്കാരെ ജനങ്ങൾ എന്ത് ചെയ്യണം സാർ, നിങ്ങൾ പറ. അതായത് തീർച്ചയായും അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. ശരി, വളരെയധികം നന്ദി. ശ്രീ നയാബിൻ കൂടി ചേരുന്നുണ്ട്. വയനാട്ടിൽ നിന്നുമാണ് നയാബിൻ വിളിക്കുന്നത്. ശ്രീ നയാബിൻ, ഇതാണ് വിഷയം. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ? ഓക്കെ, ഇത്രയും ജനങ്ങള് ഇവിടെ ഈ പ്രശ്നം കൊണ്ട് നടക്കുമ്പോൾ, അതായത് പോലീസുകാരും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ഈ കളക്ടർ എന്നിങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു മോശമായ കാര്യം തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം അയാള് ഇത്ര റെസ്പെക്റ്റീവ് റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. ഇയാളിങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ആള് അല്ലേ? നല്ല വിദ്യാഭ്യാസമുള്ള IAS ഒക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത്ര രീതിയിൽ ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളെ അവിടുന്ന് സസ്പെൻഡ് അല്ല ഡിസ്മിസ് കാര്യങ്ങൾ തന്നെ ചെയ്യാമെന്നാണ് എന്റെ ഒരു രീതി. വളരെയധികം നന്ദി. വയനാട്ടിൽ നിന്നും തന്നെയാണ് ബേസിൽ കൂടി ചേരുന്നു. ബേസിൽ പറഞ്ഞോളൂ. സാർ, ഇത് ഞാനിപ്പോ വാർത്ത കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഗതി ശ്രദ്ധയിൽപ്പെട്ടത്. ഒരിക്കലും ആ IAS ഓഫീസർക്ക് ഒരു സസ്പെൻഷനിൽ മാത്രം അത് ഒരിക്കലും ഒതുങ്ങി നിൽക്കരുത്. പുറത്താക്കണം, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാല് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു പ്രധാന വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഞാൻ പൊതുവായിട്ട് എല്ലാരെയും കുറിച്ചല്ല പറയുന്നത്. കാരണം നമുക്കൊക്കെ മാതൃകയാക്കേണ്ട ഒത്തിരി കളക്ടർമാർ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പറയുന്ന കാസർഗോഡ്, അതുപോലെ തന്നെ ഒത്തിരി ജില്ലകളിലെ കളക്ടർമാർ. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാടിന് വേറൊരു നാണക്കേട് തന്നെയാണ്. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥ. ബേസിൽ, വളരെയധികം നന്ദി. ശ്രീ അനു കൂടി ചേരുന്നുണ്ട്. അനു, ഇങ്ങനെയാണ് ആളുകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും നാള് കൊല്ലം സബ് കളക്ടറായി അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇത്രത്തോളം മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യൻ ആ പോസ്റ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് എന്ത് സഹായം കിട്ടിയിട്ടുണ്ടാകും? ഇങ്ങനെയുള്ള ആളുകൾ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അനു? ഹലോ സാർ, നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഗുണവുമില്ല. നമ്മൾ ഈ സർവീസിൽ നിന്നും അയാളെ ഒഴിവാക്കാനാണ് എന്റെ ഒരു അഭ്യർത്ഥന. നമുക്കിത് ഈ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയണം സാർ. നമ്മളെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കാരണം വെച്ചാൽ നമ്മളൊരു IAS ഓഫീസർ, നമ്മളൊരു മാധ്യമ പ്രവർത്തകനെ എന്താണ് പറയാ, ദാരുണമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു സാർ. അപ്പൊ നമുക്കത് വീണ്ടും നമ്മൾ ആ ഉദ്യോഗസ്ഥനെ സർവീസിലേക്ക് തിരിച്ചെടുത്ത് സാർ. അതാണ് സസ്പെൻഷൻ കൊടുത്ത അയാൾ വീണ്ടും തിരിച്ചു വരും. അല്ല സാർ, നമ്മള് ചിന്തിക്കേണ്ട സാർ, ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നു, ഒരു CPM പ്രവർത്തകനായിരുന്നു. ഞാനിപ്പോ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് താങ്കളിലൂടെ, നമ്മൾ ഈ IAS ഓഫീസർ എന്നല്ല സാർ, മറ്റുള്ള ഏത് ഓഫീസർ ആണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ചുമതല ഉണ്ട്. കാരണം വെച്ചാല് നമ്മളൊരു IAS ഓഫീസറാണ്, നമ്മളൊരു ആക്സിഡന്റ് ആയിട്ട് വീണ്ടും അയാൾ ഒരു സർവീസിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ ഇയാൾക്ക് ഒരു സസ്പെൻഷൻ മുഖേന നൽകുകയാണെങ്കിൽ കോടതിയിൽ പോയ ഒരു അപ്പീലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും. വളരെയധികം നന്ദി അനു. ശ്രീ കബീർ കൂടി ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്നും. കബീർ, ഇതാണ് ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പല ഉദ്യോഗസ്ഥരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. വരാപ്പുഴയിൽ ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്ന പോലീസുകാർ സസ്പെൻഷനിൽ എത്ര കാലം ഇരുന്നു എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നെടുങ്കണ്ടത്ത് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള പോലീസുകാർ എത്ര ദിവസം സസ്പെൻഷനിൽ ഇരുന്നു എന്ന് നമുക്കറിയാം. IAS ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസുകാരാണെങ്കിലും മറ്റാണെങ്കിലും ഒക്കെ സസ്പെൻഷൻ ഒന്നും ഒരു വലിയ ശിക്ഷയായി കാണേണ്ടതില്ല എന്നാണ് അഭിപ്രായം. കബീറിന് എന്ത് തോന്നുന്നു? ഇതില് നമ്മളിപ്പോ ഈ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പും കാര്യങ്ങളും എല്ലാ സർക്കാരും ഇത് ജനങ്ങളോട് പറയുമ്പോ അന്നത്തെ ദിവസത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർ മുഴുവനും
പട്ടിണി കിടന്നാലും വേണ്ടില്ല ലോകത്തിൽ നിന്നും രാജ്യത്തെയും സംരക്ഷിക്കാന്ന് കരുതി വീട്ടിലിരിക്കുമ്പോ ഇങ്ങനത്തെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഇത്ര വലിയ ആൾക്കാർ ചെയ്യുന്ന ഈ തെറ്റുകൾ ഈ ലോകത്തിന് തന്നെ ഏറ്റവും അപമാനകരമാണ്. പിന്നെ അത് മാത്രമല്ല, നല്ല നല്ല IAS ഓഫീസർമാർ ഇന്ന് ഈ സാഹചര്യത്തിലും പ്രളയകാലത്തായാലും നല്ല നല്ല കലക്ടർമാർ ചെയ്യുന്ന സേവനത്തെ പോലും ഇങ്ങനത്തെ ഒരാളെ കൊണ്ട് ഇത് പരിഹസിക്കുന്ന രീതിയിലേക്ക് വഴിമാറുന്നു. അതുകൊണ്ട് ഇതൊരു സസ്പെൻസിലല്ല ഒതുങ്ങേണ്ടത്, ഇത് ജനങ്ങളെ ഏറ്റവും വലിയ പ്രതിഷേധം കൂടി അറിയിക്കുകയാണ്. കാരണം വളരെയധികം നന്ദി കബീർ. ഇതാണ് അത്രയ്ക്ക് പ്രതിഷേധമുണ്ട് ആളുകൾക്ക്. ശ്രീ സജീർ കൂടി ചേരുന്നു, മലപ്പുറത്തു നിന്നും തന്നെയാണ് സജീർ വിളിക്കുന്നത്. പറഞ്ഞോളൂ സജീറിന്റെ കാഴ്ചപ്പാട്. അതെ, ഞാനിപ്പോ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ റോട്ടിലിറങ്ങി നടക്കുന്ന ജനങ്ങൾക്കെതിരെ അവര് 144 ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുക്കുന്നു, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള കേസുകള് ഈ ഇത്തരം നിരുത്സാഹപരമായിട്ട് പെരുമാറുന്ന ഉദ്യോഗസ്ഥരോടും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ജോലി എടുക്കുന്നത് ഈ 108 കനിവ് ആംബുലൻസിലാണ്, അതിലെ പൈലറ്റാണ് ഞാൻ. അപ്പോ ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് BP കിറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു പോസിറ്റീവായ കേസാണോ നെഗറ്റീവ് കേസാണോ പോലും ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഒരു സേഫ്റ്റി കിറ്റ് പോലും കിട്ടുന്നില്ല അല്ലെ? സേഫ്റ്റി കിറ്റ് കിട്ടുന്നില്ല. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു പേഷ്യന്റിനെ എടുത്തു കഴിഞ്ഞാല് ഞങ്ങൾക്ക് അറിയില്ല അവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. എങ്ങനെ അറിയും? പരിശോധനയ്ക്ക് ശേഷമല്ലേ അത് അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിട്ട് ഈ ഐസൊലേഷൻ വാർഡിലാക്കുമ്പോൾ ഞങ്ങൾക്ക് ആ രോഗം പടർന്നിട്ട് അത് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മറ്റു നാട്ടുകാർക്കും അത് എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് അധികാരികളെ അറിയിച്ചപ്പോ. സജീർ, ഏതായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നല്ല രീതിയിൽ തന്നെ താങ്കളുടെ ജോലി ആത്മാർത്ഥതയോടുകൂടി കൂടുതൽ സുരക്ഷിതത്വത്തോടുകൂടി ചെയ്യുക. സജീറിനൊക്കെ വേണ്ട സഹായങ്ങൾ നാട്ടുകാരും ചെയ്തു കൊടുക്കുക. കാരണം അവരൊക്കെയാണ് നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ജീവൻ രക്ഷിച്ച് നിലനിർത്തുന്നതും ഈ കോവിഡ് പടരുന്നത് തടയാൻ വലിയ പങ്കുവഹിക്കുന്നതും. അപ്പോഴാണ് നാണമില്ലാതെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഊരു ചുറ്റുന്നത്. ശ്രീ റോയ് കൂടി ചേരുന്നു വൈക്കത്ത് നിന്നും. റോയ്, പറഞ്ഞോളൂ അഭിപ്രായം. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനല്ലേ സാർ ഇത്? ഈ കളക്ടർ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ്, ഗവൺമെന്റിന്റെ ഒരു ഭാവം കൂടിയാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് IAS-കാരന്. അങ്ങേര് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് തൽക്കാലം ഇത് തീരുന്നത് വരെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. വളരെയധികം നന്ദി റോയ്. ശ്രീ ഷിഹാബ് കൂടി ചേരുന്നു. ഷിഹാബ്, തൊട്ട് മുൻപ് വിളിച്ച സജീർ എന്ന് പറയുന്ന ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ, അദ്ദേഹമൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ ഷിഹാബിന് തന്നെ അറിയാം, താങ്കളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ വീട്ടിനുള്ളിൽ എത്ര ദിവസമായി, ഇന്നേക്ക് 4-ാം ദിവസമാണ്, കൂലിപ്പണിക്ക് പോലും പോകാതെ വീടിനുള്ളിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ തലതിരിഞ്ഞ ഏർപ്പാടുമായി ചിലർ ഇറങ്ങുന്നത്. എന്ത് ചെയ്യണം അവരെയൊക്കെ ഷിഹാബ്? സാർ, എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തൃശ്ശൂർ ജില്ലയില് അതുപോലെ തന്നെ ലോകം തന്നെ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയമാണ് ഇപ്പൊ തന്നെ. എല്ലാവരും നിരീക്ഷണത്തിൽ കഴിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു തരം നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യത്തിലല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാൾക്ക് അത്രയധികം കേരളത്തിൽ ഇത്രയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോ സംസ്ഥാനത്ത് തന്നെ ഇപ്പോ 126 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആൾ നിരീക്ഷണത്തിലിരിക്കുമ്പോ അദ്ദേഹം വളരെയധികം കെയർ ചെയ്യേണ്ട ഒരാളല്ലേ. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആള് പുറത്തിറങ്ങിയത് വളരെ ഇതായി. ആളെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഷിഹാബ്, വളരെയധികം നന്ദി. ശ്രീ രാജൻ കൂടി ചേരുന്നു. രാജൻ, പറഞ്ഞോളൂ. ഹലോ, ശ്രീ രാജു കേൾക്കാമോ? രാജു കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ രാജു. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി വളരെ കൃത്യമായ നടപടിയാണ്. ഇവിടെ പലരും അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഇമീഡിയറ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യാൻ കേരള ഗവൺമെന്റിന് സാധിക്കുകയില്ല. അത് കേന്ദ്ര ഗവൺമെന്റും കൂടി നടത്തേണ്ട സംഗതികളാണ്. ഇയാൾക്കെതിരെ സസ്പെൻഷൻ മാത്രം പോരാ, അടിയന്തരമായി കൊല്ലം ജില്ലാ കളക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് കോടതിയിലെത്തി ആ കേസിൽ ഇയാളെ ശിക്ഷിക്കുകയാണ് വേണ്ടിയത്. അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം അല്ലേ? അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഇയാളെ ഹാജരാക്കണം. എന്നിട്ട് ഇയാൾക്കെതിരെ കേസ് നടത്തണം. കലക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം. എങ്കിൽ കൃത്യമായി തെളിവുകൾ കൊടുക്കാൻ സാധിക്കും. അതിലൂടെ ഇയാളെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ മോറൽ സബ്സ്റ്റിറ്റ്യൂഡിന്റെ ഗ്രൗണ്ടിൽ ഇയാളെ ഡിസ്മിസ് ചെയ്യാവുന്നതാണ്. അടിയന്തരമായി ചെയ്യേണ്ടത്
കലക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കണം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ശരത്ത് കൂടി ചേരുന്നുണ്ട്. ശരത്ത്, ഓരോ കാര്യങ്ങളും വരുമ്പോൾ അസോസിയേഷനും സംഘടനകളും ഒക്കെ ഇറങ്ങും. ഇനിയിപ്പോൾ ഒരുപക്ഷെ IAS അസോസിയേഷൻ ചാടിപ്പുറപ്പെട്ടു എന്നൊക്കെ വരാം. പക്ഷേ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും അവർ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്ക് വലിയ ക്രൂരതയാണ് ഇയാൾ ചെയ്തത്. എന്താണ് ശരത്തിന് പറയാനുള്ളത്? സാർ, തീർച്ചയായിട്ടും നമ്മൾ മലയാളികളെ അപേക്ഷിച്ചിട്ട് തികച്ചും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തില് കൊറോണ എന്ന മഹാവിപത്ത് ഇത്രയേറെ മരണങ്ങളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ പോലീസുകാരും എല്ലാവരും ഹൈ റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിൽക്കുമ്പോൾ മെയിനായിട്ട് മുന്നിൽ നിൽക്കേണ്ടത്, അതായത് നമ്മുടെ സമൂഹത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് എന്താ പറയാ പെട്ടെന്ന് തന്നെ ഈ ഒരു ദൗത്യം മറന്ന് ഒളിച്ചോടി പോയിക്കൊണ്ടിരുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സജു കൂടി ചേരുന്നുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന്. പറയൂ സജുവിന്റെ അഭിപ്രായം. ഹലോ സാറേ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ, കേൾക്കാം, പറഞ്ഞോളൂ സജു. അതായത് നമ്മള് ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം കാണിച്ചെങ്കിൽ പോലും നമ്മൾ മാതൃകയായിട്ട് കണ്ടുപഠിക്കേണ്ടത് നമ്മള് ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലുള്ള കളക്ടർ നൂഹ് സാറുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഓരോ സമയത്തും അദ്ദേഹം ആ ജില്ലയിലെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം കഷ്ടപ്പെട്ടതും ഏറ്റവും ആദ്യം ചാനലിലൂടെ ഓരോ സമയത്തും അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ കളക്ടർ എന്നുള്ള നിലയിൽ ജനങ്ങളോട് എങ്ങനെ എന്ത് ചെയ്യണം, എന്ത് ആഹ്വാനം കൊടുക്കണം, ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പെരുമാറണം എന്നുള്ളത് പകലില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ ചാനലിലൂടെ മലയാളി കണ്ട ഒരു കളക്ടറാണ് നമ്മുടെ പത്തനംതിട്ട കളക്ടർ. അദ്ദേഹത്തെ പോലെയുള്ള കളക്ടർ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള കളക്ടറെ പോലുള്ള കളക്ടർ, അല്ലെങ്കിൽ കണ്ണൂരുള്ള കളക്ടറെ പോലുള്ള കളക്ടർ, ഇവരെ പോലുള്ള കളക്ടർമാർ കാണിച്ച് മാതൃകയായി പഠിക്കേണ്ട ഒരു തൊട്ട് താഴെയുള്ള ഒരു ജൂനിയർ കളക്ടറാണ് ഇദ്ദേഹം. ഈ സമയത്ത് ഈ ജനങ്ങളെ ഇതുപോലൊരു മഹാമാരി വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ ജനങ്ങളെ പേടിച്ച് ഈ നമ്മുടെ നാട് വിട്ട് അദ്ദേഹം ആദ്യമാനെ സ്വന്തം സീനിയർ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ തന്നെ വിളിച്ചപ്പോ തന്നെ കള്ളം പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നമ്മൾ അദ്ദേഹത്തിന് സ്പോട്ട് കണ്ടുപിടിച്ചു. അദ്ദേഹം ആദ്യം ബാംഗ്ലൂരാന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെ പറഞ്ഞു UP-ലാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനെ പോലുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം എന്തോരം കാര്യം. വളരെയധികം നന്ദി സജു. ശരിയാണ്, അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് ഈ ഇത്തരത്തിൽ നമുക്കൊക്കെ തന്നെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ശ്രീ ബാബു കൂടി ചേരുന്നു നമ്മളോടൊപ്പം. ശ്രീ ബാബു, ഒരു കളക്ടറോ സബ് കളക്ടറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പട്ടിണി, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇല്ലാതാക്കും, ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒരാശ്രയമായിട്ടാണ് പലരും കാണുന്നത്. അങ്ങനെയുള്ള ആളാണ് സ്വന്തം കാര്യം നോക്കി നിരീക്ഷണത്തിലിരിക്കാൻ പറയുമ്പോൾ വാലും പൊക്കി ഓടുന്നത്. എന്ത് തോന്നുന്നു ബാബുവിന്? സാറേ, എനിക്ക് പറയാനുള്ളത് വെങ്കിട്ടരാമൻ ഇപ്പം കണ്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞത്, പിന്നെ സസ്പെൻഷനിലിരിക്കുമ്പോൾ പിന്നെ വെറുതെ പൈസ കൊടുക്കണം. അതേ അനുഭവം തന്നെ ഇവർക്കുണ്ടായി. ശക്തമായ നടപടി ഉണ്ടെങ്കിൽ ഇതൊന്നും കുറെ മാറ്റേണ്ടാവില്ല. ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യം അല്ലേ? ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ വെറുതെ സസ്പെൻഷനിൽ പൈസ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് തിരിച്ചെടുക്കുന്നല്ലോ 1.5 രൂപ ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അത് ഇതേപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതും അങ്ങനെ തന്നെ ഉണ്ടായി. അപ്പൊ ഇതിനെല്ലാം കൂടി കർശനമായിട്ട് ഒരു നിയമ ഭേദഗതിയല്ലേ ആവശ്യം സാറേ? റൈറ്റ്, ശരിയാണ് ശ്രീ ബാബു, വളരെയധികം നന്ദി. ശ്രീ ബൈജു കൂടി ചേരുന്നുണ്ട്. പറയൂ ബൈജുവിന്റെ അഭിപ്രായം. സാറേ, ഇത് പറയുക എന്ന് പറഞ്ഞത് ഇത് ഏറ്റവും വലിയൊരു അനാസ്ഥയാണ്. ഒരു IAS ഓഫീസറുടെ ഏറ്റവും വലിയ ഒരു അനാസ്ഥയാണ്. കാര്യം ഇത്രയും ഒന്നും വേണ്ട, ഒരു സാധാ കോൺസ്റ്റബിൾ മുതൽ ഒരു IPS-കാരൻ വരെയുള്ള പോലീസുകാർ റോഡിൽ ഈ വെയിലും കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാത്ത ഒരാള് അയാളെ സർവീസിൽ നിന്ന് കളയണമെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഈ രാജ്യം ഭയങ്കര ഒരു വിഷയത്തിലേക്ക് വെക്കുമ്പോൾ നമ്മളെല്ലാം അവിടെ കൈകോർത്ത് നിന്നിട്ട് അതിനെ നേരിടാനുള്ള പകരം ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്താ കാണിക്കേണ്ടത്? എനിക്ക് അത്രേ പറയാനുള്ളൂ. വളരെയധികം നന്ദി. ശ്രീലേഖ കൂടി ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നു. ശ്രീലേഖ, നാട് മുഴുവൻ ആളുകൾ മരിച്ചു വീഴുകയാണ്. 4 ലക്ഷത്തോളം എത്തിയിരിക്കുന്നു മരണം. ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആളുകൾ വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു സബ് കളക്ടർ, അതും നല്ല ചുറുചുറുക്കുള്ള യുവാവായി കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടിട്ടുള്ള ആള് ഒളിച്ചോടുന്നത്. എന്ത് പറയുന്നു ശ്രീലേഖ? ഇതിനെ പറ്റിയിട്ട് വളരെ ഒരു ക്രിമിനൽ പരമായ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ലോകത്ത് ഇത്ര വലിയൊരു നമുക്ക് മഹാമാരി വന്നിട്ട് സ്വയം ബോധമില്ലാണ്ട് ജനങ്ങളിലേക്ക് പകർത്താൻ നടക്കുന്നത്, നമ്മുടെ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്വം നൽകേണ്ട ആള് തന്നെ ഓടിപ്പോയാൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബഷീറിനെ കൊന്ന വെങ്കിട്ടരാമൻ കളക്ടറിനെ എടുത്തതും വളരെയധികം ദോഷമായിട്ട് വന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്വം വേണം. അതുപോലെ മദ്യ വിൽപ്പന അടച്ചത് തെറ്റായി എന്ന് പറയുന്നതും തെറ്റാണ്.
കാരണം ഇത് നമുക്ക് വളരെയധികം നിയമം ഇപ്പൊ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം നമുക്ക് അഭിനന്ദനം അറിയിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം അതുപോലെ അവർ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ജനങ്ങളുടെ ഉത്തരവാദിത്തം ഇവിടെ കർശനമായ നിയമം തന്നെ വേണം. കാരണം ജീവനാണ് നമ്മൾ വില കൊടുക്കുന്നത്. ഒരാളുടെ ജീവനെ രക്ഷിക്കണം. അതിനുവേണ്ടി നിയമം ശക്തമായിട്ട് വേണം. വളരെയധികം നന്ദി. തക്കതായ നടപടി തന്നെ വേണം എന്നുള്ളതാണ്. സാജൻ കൂടി ചേരുന്നുണ്ട്. സാജൻ പറഞ്ഞോളൂ. സാജൻ കേൾക്കാമോ? സാജന്റെ ഫോൺ കട്ടായി തോന്നുന്നു. ശ്രീ രാജീവൻ ഉണ്ട് കണ്ണൂരിൽ നിന്ന്. രാജീവന് കേൾക്കാമോ? ഓ കേൾക്കാം. പറഞ്ഞോളൂ. അതായത് ഇതേപോലെയുള്ള കളക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, ഡിസ്മിസ് ചെയ്ത് നിയമപരമായ ശിക്ഷ കൊടുക്കുവാൻ വേണ്ടത്. കാരണം ഇവരൊക്കെ ജനങ്ങൾക്ക് മാതൃകയായിട്ട് ഇതുപോലത്തെ കളക്ടർമാർ ഇതുപോലെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും. അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി തോന്നുന്നു. ഏതായാലും ശ്രീ പൗലോസ് ഉണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും. ശ്രീ പൗലോസ്, ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഏത് സർക്കാരാണെങ്കിലും പറയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, പകുതി ശമ്പളം കൊടുക്കണം, ഇനി അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെ പോകും കാര്യങ്ങൾ. അങ്ങനെയൊക്കെ പോകാവുന്ന, അങ്ങനെയൊക്കെ അനുവദിക്കാവുന്ന ഒരു നിസ്സാര തെറ്റാണോ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത്? പൗലോസിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് തന്നെ ചെയ്യണം. അതുപോലെ IAS സെലക്ട് ചെയ്യുന്ന ആളുകളുടെ അവരെ മാനസികമായ അവസ്ഥയും കൂടി ചിന്തിക്കേണ്ട അതും കൂടി എക്സാം ചെയ്യേണ്ട ഒരു കാര്യവും കൂടി ഇതിന്റെ പിന്നിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരിൽ നല്ലൊരു ശതമാനവും ഈ വലിയ കാശൊക്കെ വാങ്ങി അങ്ങനെ ഇത് സമ്പാദിക്കുന്ന അല്ലെ ആ തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടി വരുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഡിസ്മിസ് തന്നെ ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന മുമ്പ് ആരോ പറഞ്ഞതുപോലെ അവരുടെ പേരിൽ കേസ് കൊടുത്ത് കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം കേസ് കൊടുത്ത് ആ രീതിയിലേക്ക് വന്ന് അവരുടെ ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒത്തിരി പ്രിവിലേജ് വാങ്ങുന്നവരായി ഇവരെല്ലാം. അപ്പൊ അത് ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും അത് നാണക്കേടാണ്. കേരളം ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ. വളരെയധികം നന്ദി. ശ്രീമതി ഓമന കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഓമന, എല്ലാവർക്കും സഹായം വേണ്ട സമയത്താണ് സഹായിക്കാൻ മുന്നിൽ നിൽക്കേണ്ട ആള് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ ഒളിച്ചോടുന്നത്. എന്ത് പറയുന്നു ഓമന? ശരിക്കും ഇത് ഒരു കൊടും ക്രൂരത തന്നെയാണ് സാർ. ഇത് ലോകത്തോട് ചെയ്യുന്ന തന്നെ ഒരു കൊടും ക്രൂരതയാണ്. അദ്ദേഹത്തിന് നല്ല ശിക്ഷ കൊടുക്കുക തന്നെ വേണം. സാധാരണ മനുഷ്യർ ചെയ്യുന്നേക്കാളും വലിയ ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്. വളരെയധികം നന്ദി ഓമന, വളരെയധികം നന്ദി. സമയം തീരുകയാണ്, അതുകൊണ്ടാണ് ദയവായി ക്ഷമിക്കുക. ഏതായാലും ഇത് തന്നെയാണ് നിയമം. അറിയാവുന്ന ഒരാൾ തെറ്റ് ചെയ്താൽ അതിന് കൂടുതൽ ശിക്ഷ നൽകണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പുളിവാറുകൊണ്ടോ തിരണ്ടിവാലുകൊണ്ടോ അടിച്ചാലും മതിയാകില്ല. അത്രയ്ക്ക് വലിയ ക്രൂരതയാണ് ചെയ്തത്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.